السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. إن الذين كفروا وماتوا وهم كفار أولئك عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون. صدق الله العظيم. സൂറ അൽ ബഖറയിലെ 158 വരെയുള്ള ആയത്തുകൾ ഇതിനകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാ, തീർച്ചയായും സഫയും മർവയും ഒക്കെ അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത്ത് അവ ഇഅ്തമറ, ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ചാൽ അല്ലെങ്കിൽ ഉംറ നിർവഹിച്ചാൽ ഫലാ ജുനാഹ അലൈഹി, അവൻ്റെ മേൽ കുറ്റമില്ല, അൻ യതവഫ ബിഹിമാ, അവക്കിടയിൽ പ്രദക്ഷിണം നടത്തുന്നത്. വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാക്കിറുൻ അലീം. ആരെങ്കിലും സ്വന്തം തന്നെ നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ, കൂടുതൽ നിർവഹിക്കുകയാണെങ്കിൽ, നിശ്ചയമായും അള്ളാഹു എന്താണ്? നന്ദിയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്, അത് അംഗീകരിക്കുന്നവനാണ്. ഇത്രയുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അള്ളാഹു ഷാക്കിർ എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നല്ലദീന, ഇന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിശ്ചയമായും, അന്ന ഇന്ന എന്നൊക്കെ പറഞ്ഞാൽ അല്ലദീന ഒരു കൂട്ടർ, ഇന്നല്ലദീന നിശ്ചയമായും ഒരു കൂട്ടർ, യക്തുമൂന മറച്ചു വെക്കുന്നു, കത്തമ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു. മാ അൻസൽനാ, മാ ഒന്നിനെ, അൻസല ഇറക്കി, അൻസൽനാ നാം ഇറക്കി, മാ അൻസൽനാ നാം ഇറക്കിയ ഒന്നിനെ, മിനൽ ബയ്യിനാത്ത് വ്യക്തമായ തെളിവുകളിൽ നിന്നും, വൽ ഹുദാ സന്മാർഗ നിർദ്ദേശങ്ങളും, മിൻ ബഅദി ശേഷം, മാ ബയ്യന്നാഹു നാം അത് വ്യക്തമാക്കിയതിൻ്റെ, ലിന്നാസ് ജനങ്ങൾക്ക്, ഫിൽ കിതാബ് വേദഗ്രന്ഥത്തിൽ, ഉലൈക അക്കൂട്ടർ, യൽഅനഹും അവരെ ശപിക്കുന്നു, അല്ലാഹു അവരെ ശപിക്കുന്നു, വയൽഅനഹും അവരെ ശപിക്കുന്നു, അല്ലാഇനൂൻ ശപിക്കുന്നവരെല്ലാം ശപിക്കുന്നു.
നാം അവതരിപ്പിച്ച വ്യക്തമായ തെളിവുകളും മാർഗനിർദ്ദേശങ്ങളും മറച്ചു വെക്കുന്നവർ ആരോ, അതും മുഴുവൻ മനുഷ്യർക്കുമായി നാം കിതാബിൽ വിശദീകരിച്ച ശേഷം ഉറപ്പായും അള്ളാഹു അവരെ ശപിക്കുന്നു. ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നു. ഇല്ലല്ലദീന താബു, ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ പറയാം. ലാ ഇലാഹ, അള്ളാഹു അല്ലാതെ ഒന്നും അവിടെ ഇല്ല. ലാ ഇലാഹ, ഇലാഹില്ല. ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ. അങ്ങനെയാണ്. പണ്ടൊരാൾ അർത്ഥം പറഞ്ഞിട്ട് തീർന്നു, ആയത്ത് ബാക്കിയായി. അങ്ങനെയുണ്ട്, കാണാതെ പഠിച്ചതാണ്. അപ്പൊ ഓതി അങ്ങ് പറഞ്ഞു കഴിഞ്ഞ് നോക്കുമ്പോ അർത്ഥം തീർന്നു, ആയത്ത് ബാക്കി. എന്താക്കും കൊണ്ട് കുടുങ്ങി. അപ്പൊ അങ്ങനല്ല. ലാ, അങ്ങനെ നിങ്ങൾ പറയരുത്. കാരണം നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇലാഹില്ല എന്നാണ്. ഇല്ല, അല്ലാതെ, അള്ളാഹു, അള്ളാഹു അല്ല. അപ്പൊ ഇല്ല എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യമാണ്. അത് പറയാനാണ് ഞാനിപ്പോ ഇത് പറഞ്ഞു. ഇല്ല, അല്ലാതെ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഇല്ല, അല്ലാതെ, അല്ലെങ്കിൽ ഒഴികെ. അല്ലദീന, ഒരു കൂട്ടർ. താബൂ, അവർ പശ്ചാത്തപിച്ചു. അപ്പൊ ഇല്ലല്ലദീന താബൂ, പശ്ചാത്തപിച്ചവരൊഴികെ എന്നാണ്. വഅസ്ലഹൂ, അസ്ലഹ നന്നാക്കി. വഅസ്ലഹൂ, നന്നാക്കിയവർ. വബയ്യനും, വിവരിച്ചു കൊടുക്കുകയും ചെയ്തവർ. ഫഉലൈക, അക്കൂട്ടർ. അതൂബു അലൈഹിം, അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. വഅന, ഞാൻ. നാം എന്നാണ്. അത്തവ്വാബുർ റഹീം, ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അർ-റഹീം, കരുണാനിധിയുമാകുന്നു. ഇന്ന, നിശ്ചയമായും. അല്ലദീന, ഒരു കൂട്ടർ. കഫറു, നിഷേധിച്ചു. കഫറ, നിഷേധിച്ചു. ഇന്നല്ലദീന കഫറു, അവർ സത്യത്തെ നിഷേധിച്ച ഒരു കൂട്ടരാണ്. അല്ലേ? വമാതു, അവർ മൗത്തായി. മാതു, അവർ മരിച്ചുപോയി. വഹും, അവർ ആയിരിക്കെ. കുഫാർ, നിഷേധികളായിരിക്കെ. കാഫിറിന്റെ ജംആണ് കുഫാർ. ഉലൈക, കൂട്ടര്. അലൈഹിം, അവരുടെ മേലുണ്ട്. ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം. ലഅന, ശപിച്ചു. വൽ മലായിക, മലക്കുകളുടെയും. വന്നാസ് അജ്മഈൻ, വന്നാസ്, ജനങ്ങളുടെയും. അജ്മഈൻ, മുഴുവൻ. ഒരുമിച്ചു കൂട്ടി എന്നുള്ളതല്ല, മുഴുവൻ ജനങ്ങളുടെയും. ഖാലിദീന ഫീഹാ, ഖാലിദീന ഫീഹാ, അതിൽ അവർ ശാശ്വതരായിരിക്കും. ലാ യുഖഫഫു, ലഘൂകരിക്കപ്പെടുകയില്ല. അൻഹും, അവർക്ക്. അൽ അദാബ്, ശിക്ഷ. വലാഹും, അവരല്ല. യുൻളറൂൻ, എന്താണ്? നീട്ടിക്കൊടുക്കുന്ന, ഇട നൽകുന്ന എന്നർത്ഥം. അത്രയാണുള്ളത് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ചെറിയ വിശദീകരണങ്ങളിലേക്ക് പോവാം. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവണം, എന്നാലാണ് ഇത് വേഗം മനസ്സിലാവുക. അല്ലേ? ഇസ്രായേൽ സമൂഹത്തിന്റെ
സ്ഥിതിഗതികളെക്കുറിച്ചൊക്കെ പറയുകയും അവരുടെ പ്രവർത്തനങ്ങളെ നിരൂപണം നടത്തുകയും അവരിൽ നിന്ന് നമുക്ക് പാഠമാകുന്നതിന് വേണ്ടി ചില മുന്നറിയിപ്പുകളൊക്കെ നൽകുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അവിടെയാണ് പിന്നീട് ഖിബില മാറ്റം സംഭവിക്കുന്നത്. ഖിബില മാറ്റം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ തിരിഞ്ഞിക്കാനുള്ള ഒരു സ്ഥലം മാറി എന്നതല്ല. അങ്ങനെയല്ല അതിനെ അവിശ്വാസികളും കണ്ടത്. നിസ്കരിക്കുമ്പോൾ തിരിഞ്ഞിക്കുന്ന സ്ഥലം മാറി എന്നുള്ളത് ശരി തന്നെ, പക്ഷെ അത്ര പരിമിതമായ ഒരർത്ഥമല്ല അതിനുള്ളത്. അതുകൊണ്ടാണ് ഖിബില മാറ്റത്തോടുകൂടി അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥകളും കാലാവസ്ഥകളൊക്കെ മാറിയത്. പശ്ചാത്തലം പെട്ടെന്ന് മാറി. അത് കഴിഞ്ഞ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ബദർ സംഭവിച്ചു. കാരണം മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരും പോയപ്പോ അവരെ പോവാൻ പറഞ്ഞേക്കാതെ പിടിച്ചു വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്, അല്ലേ? സാധാരണ നിലക്ക് ഇവർക്ക് ഇഷ്ടമല്ലാത്തൊരു കൂട്ടർ പോവുകയാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്നാണല്ലോ വെക്കുക. പക്ഷെ അവരെന്തിനാ പിടിച്ചു വെച്ചത്? അവർക്ക് അറിയായിരുന്നു ഇവര് പോയി അങ്ങ് പോകാനല്ല പോണത്, ഇവരങ്ങ് പോയിക്കളയല്ല ചെയ്യാ, അവര് തിരിച്ചു വരാൻ വേണ്ടിയുള്ള പോക്കാണ് എന്നത് അവർക്കറിയാം. കാരണം മില്ലത്ത് ഇബ്രാഹിമാണ് ഞങ്ങൾ എന്നാണല്ലോ വിശ്വാസികളും അവകാശപ്പെടുന്നത്. അപ്പൊ മുശ്രിക്കുകൾ ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ ആൾക്കാർ എന്ന് പറയുമ്പോൾ അങ്ങനല്ല, ശരിക്കും ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്നവരാണല്ലോ. അപ്പൊ കഅബ അവിടെ ഉണ്ടല്ലോ, അവിടെ അള്ളാഹുവിന്റെ ഷിആറുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവരിങ്ങനെ പോയാൽ തന്നെയും ഇവരെന്ത് ചെയ്യും? തിരിച്ചു. പക്ഷെ മദീനയിലെത്തിയ, അല്ലെങ്കിൽ യസ്രിബ് പിന്നെ മദീനയായി, മദീനയിലെത്തിയ ആളുകളെ ഇവരെ നിരീക്ഷിച്ചു നോക്കുമ്പോൾ അവര് ബൈത്തുൽ മഖ്ദിസിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഒരു തീരുമാനത്തിലെത്തി. എന്താണ്? ഇവരെന്ത് ചെയ്തിരിക്കുന്നത്? മക്ക വിട്ടിരിക്കുന്നു. അവരിനി അങ്ങോട്ടാണ് തിരിയുന്നത്. അവരുടെ ദിശ അവിടെയാണ്. അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിട്ട് ആയിക്കോളും, നമ്മളെ വിട്ടു എന്നാണ് അവര് കരുതി. എങ്ങനെ? മക്കത്താവുമ്പോ നമ്മൾ പറഞ്ഞല്ലോ, മക്കത്താവുമ്പോ കഅബയിലേക്കും ബൈത്തുൽ മഖ്ദിസിലേക്കും ഒന്നിച്ച് തിരിയാൻ പറ്റും. ഒരേ ദിശയില് കഅബനെ അടുക്കാക്കിയാൽ മതി. അതേ സമയത്ത് ഇവിടെ പറ്റൂല, രണ്ട് ഭാഗത്താ. അപ്പോ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞപ്പോ ഇവര് മനസ്സിലാക്കി നമ്മളെത്തുന്നത് പോയി. പക്ഷെ അപ്പോഴാണ് തിരിച്ചിങ്ങോട്ട് തന്നെ തിരിയുന്നത്, കിബില അങ്ങോട്ട് മാറി. അതോടുകൂടി അവർക്ക് എന്ത് മനസ്സിലായി? ഇത് അങ്ങനെയുള്ളൊരു പോക്കല്ല എന്ന് മനസ്സിലായി. നമ്മളിതിന്റെ ഉള്ളുകള്ളികൾ അറിഞ്ഞ് വായിച്ചാലേ ഇത് തിരിയുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്നൊരു ധൈര്യത്തിൽ ഒന്നുകൂടി പറയാം. അതെന്താന്ന് ചോദിച്ചാല്, നമ്മളെ നാട്ടിലൊരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുക, നല്ലൊരു മനുഷ്യനാണ്. അയാള് 40 വയസ്സായി. അപ്പൊ നല്ലൊരു കാലയളവാണല്ലോ ഒരു മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള. ഈ 40 വയസ്സിനിടയിൽ ഒരിക്കൽ പോലും അയാൾ മദ്യപിച്ചിട്ടില്ല, അയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്തൊരു മനുഷ്യൻ. 40 വയസ്സ് പൂർത്തിയായ അന്ന് മൂപ്പര് എന്ത് ചെയ്യാമെന്ന് വെച്ചാല്, നമ്മളെ ബസാറിൽ വന്നിട്ട് എല്ലാവരെയും വിളിച്ച് വരി എല്ലാവരും വരി, ഓരോ കുടുംബക്കാരെ പേരെടുത്ത് വിളിച്ചിട്ട്, ഇവിടെയുള്ള കാര്യപ്പെട്ട കുടുംബക്കാരൊക്കെ വിളിച്ച്, കാര്യപ്പെട്ട കുടുംബക്കാരെ ഞങ്ങളാന്ന് വിചാരിക്കുന്നുണ്ടാവും, എല്ലാവരുമാണ് നിങ്ങളൊക്കെ തന്നെ വിളിച്ച്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് വെച്ചു. ഈ നല്ല മനുഷ്യനല്ലേ ഈ വിശ്വസിക്കുന്ന, എന്നാലേ കള്ളു കുടിക്കരുത്. മദ്യപാനം വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്.
മദ്യപിച്ചാൽ അതിന് ഭയങ്കര ദോഷമുണ്ടാവും. ആളുകൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുക? ആളുകളാകപ്പാടെ ബേജാറാവുകയും എന്ത് പണിയാണ് ചെയ്തത്, ഈ ഞങ്ങളെ ഈനാണോ വിളിച്ചു കൂട്ടിയത്, പിന്നെ ഇജാതി വർത്താനം പറയരുത് എന്ന് പറഞ്ഞ് ശത്രുക്കളാവുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ അതിന് മോനെ ഈ എപ്പോഴെങ്കിലും ഒന്ന് കുടിച്ചു നോക്കിയാലല്ലേ എനിക്ക് ഇതിന്റെ കഥ തിരിയുള്ളൂ. അപ്പൊ തമ്മിൽ ആള് പറയാൻ തുടങ്ങി, ഓൻ പിന്നെ അങ്ങനല്ലേ പറയൂ, ഇവിടെ എത്ര കല്യാണ പാർട്ടി നടന്നു, എന്തെല്ലാം ആഘോഷങ്ങൾ നടന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, ഓൻ ഒരിക്കൽ പോലും എന്താക്കിയിട്ടില്ല, കുടിച്ചിട്ടില്ല. ഓൻ പിന്നെ കുടിക്കരുത് തന്നെയല്ലേ പറയുള്ളൂ, സ്വാഭാവികം. വെറുതെ നമ്മളെ നേരം പോയി പിരിഞ്ഞു പോവാന്നല്ലാതെ പിറ്റേന്നും അന്ന് രാത്രി സൂര്യൻ അസ്തമിക്കും, പിറ്റേന്നും സൂര്യൻ ഉദിക്കും. ഓൻ കുടിക്കാത്തവനായിട്ട് തന്നെ ഓൻ പോണുണ്ടാവും, കുടിക്കണവരായിട്ടും പോണുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും ഇതിൽ നിന്നൊരു പ്രചോദനം കിട്ടിയിട്ട് മാറി എന്നൊക്കെ വരാം. ഇത്ര അല്ലാതെ ഇതിലെന്തെങ്കിലും ഒരു അത്ഭുതമുണ്ടോ? ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഇതിലെന്തെങ്കിലും ഒരു മഹാസംഭവം ഉണ്ടോ? ഉണ്ടോന്ന് ചോദിക്കണുണ്ടോ ഇല്ലേ എന്ന് പറയാനാണ്. ഇല്ല, നോർമൽ അല്ലേ? ഇനി നിങ്ങളിത് നേരെ മക്കത്തേക്ക് ഫിറ്റ് ചെയ്യും. അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. ആ നാട്ടിൽ എന്തെല്ലാം ഗുരുമാല നടക്കുന്നത്. കഅബയുണ്ട്, അതിൻ്റെ ഉള്ളിലും വിഗ്രഹമുണ്ട്, പുറത്തും വിഗ്രഹമുണ്ട്. ഒരൊറ്റ വിഗ്രഹത്തിനെയും അതുവരെ ആരാധിച്ചിട്ടില്ലാത്ത ഒരാളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ടൊക്കെ അതിൻ്റെ മുമ്പിൽ ഉണ്ടായതിനും പിന്നെ മാറിയതല്ല. ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തിന്റെ മുമ്പിലും തലകുമ്പിട്ടിട്ടില്ല. അവിടെ തവാഫൊക്കെ നടക്കുന്നുണ്ട്. വസ്ത്രം ഉരിഞ്ഞ് തവാഫ് ചെയ്താൽ കൂടുതൽ പുണ്യം എന്നുള്ള നിലക്ക് നമ്മളെ നാട്ടിലുണ്ടല്ലോ ഇപ്പം അങ്ങനത്തെ കുറെ സന്യാസിമാരൊക്കെ ഒന്നും എടുക്കാണ്ട് എടുക്കുക, എന്നിട്ട് എല്ലാവരും ഇങ്ങനെ പൂജിച്ചു. അത് ആ ജാഹിലിയത്തിന്റെ ബാക്കിയാണ്. അപ്പൊ ഇങ്ങനൊക്കെ വിശ്വസിച്ച് പല ജാതി കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ജീവിക്കുന്നത്. എന്നിട്ട് പോലും ഒരിക്കലും ഒരു തരം അനാചാരങ്ങളിലും പങ്കെടുക്കാത്ത ഒരു മനുഷ്യൻ. 40 വയസ്സായി. അദ്ദേഹമാണ് സൊഫാ കുന്നിലേക്ക് എല്ലാവരെയും വിളിക്കുന്നത്. വരി, നിങ്ങളെല്ലാവരും വരി, എനിക്ക് കാര്യം പറയാനുണ്ട്. മലന്റെ മുകളിൽ കയറിയുന്നു. എല്ലാവരും അവിടെ പോയി. അബൂലഹബ് വരെ പോയി. എന്ത് പറയാനാണ്? എന്നിട്ട് അദ്ദേഹം ചോദിച്ചത്, ഈ മലയുടെ പിറകിൽ നിങ്ങൾ ആക്രമിക്കാൻ ഒരു സൈന്യം വന്നു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഉടനെ എല്ലാവരും സ്വാഭാവികമായിട്ടും പറഞ്ഞു, എന്താ വിശ്വസിക്കാതെ, ഞങ്ങളൊക്കെ വിശ്വസിക്കും. കാരണം നീ സത്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ, നീ കളവ് പറയണേ ഞങ്ങൾ കേട്ടിട്ടില്ല, നീ ആരാണ്? അൽ അമീനാണ്. അല്ല, ആരെങ്കിലും ഉണ്ടോ? സൈന്യം എന്തോ ഉണ്ടോ? അപ്പോഴാണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം, നിങ്ങളിങ്ങനെ വിഗ്രഹത്തിന്റെ മുമ്പിൽ തലകുമ്പിടാതിരിക്കുകയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നത് മാത്രമായിരുന്നെങ്കിൽ അവിടെ ആർക്കെങ്കിലും ദേഷ്യം പിടിക്കുമോ? അവിടെ എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുമോ? അവിടെ എല്ലാവരും നമ്മുടെ നാട്ടിലെ കള്ളുടിക്കാത്ത മനുഷ്യനെ പറ്റി പറഞ്ഞ പോലെ മുഹമ്മദ് പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ, മുഹമ്മദ് ഇതുവരെ ഒരു വിഗ്രഹത്തിന് മുമ്പിലും തലകുമ്പിട്ടിട്ടില്ലല്ലോ, മുഹമ്മദ് ഇതുവരെ ഒരു അനാചാരത്തിലും പങ്കെടുത്തില്ല, പിന്നെ അയാൾ അങ്ങനെ തന്നെയല്ലേ പറയും, വെറുതെ വിളിച്ചു കൂട്ടി, നമ്മളതിനെ പേടിച്ചു, എന്തുണ്ട്, ഇത്രേ ഉള്ളൂ, ഇതാ അപ്പൊ സംഭവം എന്ന് ചോദിച്ച് പിരിഞ്ഞു പോകാവുന്ന കേസല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, ഇതുവരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് അങ്ങനെ ചെയ്യാണ്ടെന്നാണ് ഇപ്പൊ നാട്ടുകാരോട് വിളിച്ച് പറഞ്ഞതാണ് കുഴപ്പമായത്. അങ്ങനെ ഒരു സംശയം വരാം. പക്ഷെ ആ സംശയത്തിന്റെ ഉത്തരം എന്താന്ന് ചോദിച്ചാല്, കഅബയുടെ അകത്തുള്ള വിഗ്രഹങ്ങളെ എതിർക്കുകയോ കഅബയുടെ അകത്തുള്ള വിഗ്രഹങ്ങളെ വിമർശിക്കുകയോ ചെയ്യുന്ന ഒന്നാമത്തെ ആളല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയുള്ള കവിതകളിലും സാഹിത്യകാരന്മാരിൽ പലരും പരിശുദ്ധ കഅബയുടെ കില്ലയുടെ മുകളിൽ തന്നെ ആ കഅബക്കകത്തുള്ള വിഗ്രഹങ്ങൾക്കെതിരെ കവിത എഴുതി തൂക്കിയിട്ടുണ്ട്. അന്ന് അങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ആധുനിക ജനാധിപത്യത്തിന്റെ എന്തോ ഒരു സംഭാവനയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം, നമ്മൾ വെറുതെ വിചാരിച്ചു പോയതാണ്.
അങ്ങനെ വിമർശിക്കാനും എതിർക്കാനും ഒക്കെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ജാഹിലിയത്ത് വരെ കവകവെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് തന്നെ ഇപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഗ്രഹത്തെ ആരാധിക്കാത്ത ആളാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ഒരു വിഗ്രഹത്തെ ആരാധിക്കാത്ത ആളാണ്. അങ്ങനെ കുറെ ആൾക്കാർ അന്നുണ്ട്. വിഗ്രഹ ആരാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ വിഗ്രഹങ്ങളെ വിമർശിച്ച് കവിത എഴുതിയവരും വിമർശന സാഹിത്യങ്ങൾ എഴുതിയവരും ഒക്കെ അന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവിടെ അബൂലഹബ് എഴുന്നേറ്റ് നിന്നു. തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദാ ജമാഅത്തന, നശിച്ചു പോട്ടെ മുഹമ്മദേ, നീ ഇതിനാണോ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് അബൂലഹബ് ചോദിച്ചു. നിങ്ങളെല്ലാവരും മുഴുവൻ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അബൂലഹബിന്റെ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാകരുത്. അപ്പൊ എന്താ സംഭവം? ആകെ തകിടം മറിഞ്ഞു. അതുവരെയുള്ള അന്തരീക്ഷം അല്ല. പിന്നെ ഈ ആരാ നശിച്ചു പോട്ടെ എന്ന് പറയണേ നിങ്ങൾ മനസ്സിലാക്കണം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോ അബൂലഹബ് വന്നത് എന്തുകൊണ്ടാണ്? അബൂലഹബിന് പോലും മുഹമ്മദ് നബിയോട് നല്ല സ്നേഹവും ബന്ധമായിരുന്നു. അല്ലെങ്കിൽ വരുമോ? അപ്പൊ ഇങ്ങോട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ബന്ധമാണ്, എല്ലാവർക്കും നല്ല സ്നേഹമാണ്. അല്ലാമീൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരാണ് എന്താകുന്നത്? മാറുന്നത്. അങ്ങനെയുള്ളവരാണ് എതിർക്കുന്നത്. അങ്ങനെയുള്ളവരാണ് വഴിയിൽ മുള്ളു വിതറുന്നത്, വീട്ടിൽ മാലിന്യം എറിയുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ ചെയ്യാത്ത ഒരു ആരാധനാ കാര്യം നിങ്ങളോട് ചെയ്യരുത് എന്ന് പറയണതിന് മാത്രമല്ല അവിടെ വിളിച്ചു കൂട്ടിയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്ന് പറയുന്നതോടുകൂടി പിന്നെ ഞങ്ങൾ ഇവിടുത്തെ മൂപ്പന്മാരും പ്രമാണിമാരും നമ്മളെ അധികാരവും നമ്മളെ പരിപാടികളൊക്കെ നിൽക്കാൻ പോവാണ് എന്ന് ആർക്ക് മനസ്സിലായി? ഈ ഒരു മനസ്സിലാവലിന്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് അബൂലഹബ് ഇത്ര ചൂടായത്. അതുകൊണ്ടാണ് അബൂലഹബ് പിന്നെ പോയിട്ട് ചോദിച്ചത്, അല്ല മുഹമ്മദ് ഇങ്ങനെ കാണും, ഇപ്പൊ ഞാനെങ്ങാനും ഇതങ്ങ് എന്റെ ദീനിലങ്ങ് കൂടിയാൽ എനിക്കെന്ത് കിട്ടും? നിങ്ങൾക്ക് നല്ല നല്ല സാധനം കിട്ടും, നിങ്ങളെ തന്നെ ഇവിടെ ചെയർമാനാക്കും, പ്രസിഡന്റ് ആക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവര് കൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവർക്കും കിട്ടുന്നൊക്കെ നോക്കും കിട്ടും. എല്ലാവർക്കും കിട്ടുന്നത് എനിക്കും കിട്ടണ ദീനോ? ആ ദീൻ നശിച്ചോട്ടത്. പിന്നെയും മുപ്പര തന്നെ. അപ്പൊ എല്ലാവർക്കും കിട്ടുന്നത് കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ നിങ്ങളുള്ള മൂപ്പത്തരെന്താവും? അപ്പൊ അവിടുത്തെ ജന്മിത്വം അവസാനിപ്പിക്കുവാനുള്ള അവിടുത്തെ ആ കാലത്തുള്ള ഗോത്ര മഹിമയും അല്ലെങ്കിൽ ഗോത്രത്തിന്റെ മുൻകൈയും മേൽക്കൈയും ഒക്കെ തീരുന്നൊരു വർത്താനാണ് ഈ പറയണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആർക്ക് മനസ്സിലായി? മുശ്രിക്കുകൾക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായത് കൊണ്ടാണ് അവർ അത്രയും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഇതേ മനസ്സിലാവലിന്റെ ഒരു തുടർച്ചയാണ് മദീനത്ത് ചെന്നിട്ട് നിസ്കാരത്തിന്റെ ഖിബില ഇങ്ങോട്ട് തിരിച്ചു വെച്ചതോടുകൂടി അവർക്ക് മനസ്സിലായി ഇത് നിസ്കരിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിയണ കേസല്ല, ഇത് വേറൊരു സംഗതിയാണ്. അങ്ങനെയാണ് മനസ്സിലായത് കൊണ്ടാണ് അവര് വളരെ പെട്ടെന്ന് തന്നെ ബദറിലേക്ക് പോയത്. ഇതേ മനസ്സിലാവൽ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നതിന്റെ ഒരു സന്ദർഭമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തില് ശേഷം സഖീഫ ബനി സായിദയിൽ ഇവർ ഒരുമിച്ച് കൂടി. ആരാ ഒരുമിച്ച് കൂടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ സഹാബിമാർ ഒരുമിച്ച് കൂടി. എന്തിന്? ഈ വഫാത്തായി പോയത് ആരാണ്? നബിയാണ് എന്ന് മാത്രല്ല, ആ നാട്ടിന്റെ ഭരണാധികാരിയാണ്. അപ്പൊ മയ്യത്ത് കബറടക്കാതെ അവര് ചർച്ചയിൽ ഇടപെട്ടു. എന്താ ചർച്ച? അടുത്ത ഭരണാധികാരി ആരാണ്? അൻസാരികളും മുഹാജിറുകളും ഒരുപാട് 3 ദിവസം ചർച്ച ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കി. അവസാനം അവരൊരു തീർപ്പിലെത്തി. അടുത്ത ഭരണാധികാരി അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. എന്താണ് അതിന്റെ ന്യായം? അതിന്റെ ന്യായം വേറൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഖമില്ലാതായപ്പോ നിസ്കാരത്തിന് ഇമാം വെക്കാൻ ഏൽപ്പിച്ചത് ആരെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് അടുത്ത ഭരണാധികാരി ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിന്റെ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്തു. പിന്നെ എല്ലാവരും ബൈഅത്ത് ചെയ്തു. 3 ദിവസത്തെ ചർച്ചയ്ക്ക് പര്യവസാനം. ന്യായം എന്താണ്? അടുത്ത ഭരണാധികാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോ ഈ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു പറഞ്ഞത്, ഇനി നിങ്ങൾ കുറച്ചധികം പരീക്ഷിക്കപ്പെടാൻ പോവാണ്. കാരണം നിങ്ങളുടെ ഇനി ഇറച്ചിയിലും ഉണ്ടാവാറില്ലേ നമ്മുടെ നാട്ടിൽ, ഇതുവരെയുള്ള മാതിരിയല്ല. ഇനി നിങ്ങൾ നബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. തടി കേടാവും, പണം പോവും, പട്ടിണി കിടക്കേണ്ടി വരും, ചോര ചിന്തേണ്ടി വരും, തോട്ടങ്ങൾ ആക്രമിക്കപ്പെടും. വബശ്ശിരി സ്വാബിരീൻ. അതൊക്കെ കൂടി കണ്ടിട്ട് പാഞ്ഞു പോയി കളയണ്ട, നിങ്ങൾ ഉറച്ചു നിന്നോളൂ. അങ്ങനെ നിങ്ങൾ ഉറച്ചു നിന്നാൽ എന്ത് സംഭവിക്കും? വിജയം ഉണ്ടാവും. അതാണ് വബശ്ശിരി സ്വാബിരീൻ. നിങ്ങൾ ഉറച്ചു നിന്നാൽ വിജയം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് വല്ല ആപത്തും സംഭവിക്കുകയാണെങ്കിൽ ഉടനെ നിങ്ങൾ പറയും, ഇന്നാലില്ല, ഞങ്ങൾ അള്ളാഹ്ക്കുള്ളതാണ്. ഇതൊന്നും ഒരു അത്ഭുതമുള്ള കേസല്ല. ഞങ്ങൾ അള്ളാഹുലേക്ക് തന്നെയാണ് തിരിച്ചും പോവുക. ഇതെല്ലാം കൂടി കണ്ട് ബേജാറായിട്ട് ഞങ്ങളെ ആദർശവും നയമൊക്കെ നമ്മൾ മാറ്റിവെച്ചാൽ നമുക്ക് തിരിച്ച് അമിത്ഷാന്റെ പുരയിലേക്കല്ല പോകാനുള്ളത്. നമുക്ക് തിരിച്ചു പോകാനുള്ളത് വേറെ എങ്ങോട്ടാണ്? അള്ളാന്റെ അടുത്തേക്കാണ്. അവിടെ വരെ ഒന്നും ഉണ്ടാവൂല, ഇവരെ സൈന്യവും പട്ടാളവും ഒന്നും ഉണ്ടാവില്ല. അവിടെ അള്ളാണ് ഉണ്ടാവുക. ഓരോരുത്തരെ കബറിലും ആരാ ഉണ്ടാവുക? അവനാൻ തന്നെ ഉണ്ടാവും. ബാപ്പ ഇമ്മയും ഒന്നും ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, ഭർത്താവ് ഉണ്ടാവില്ല. എന്തൊരു സ്നേഹമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഓള് മരിച്ചെന്നാ ഞാനും പോയി കിടക്കട്ടെ എന്ന് ഒരാളും വിചാരിക്കില്ല, വിചാരിക്കാൻ പാടില്ല. ഓരോരുത്തർ ഒറ്റക്കേ ഉണ്ടാവും അല്ലേ? കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. അല്ലേ? എനിക്ക് പാട്ട് പാടാൻ അറിയാത്തോണ്ടല്ല ഞാൻ മുഴുവൻ പാട്. അപ്പോ ഖബറിലുള്ള സ്ഥിതി എന്ന് പറയുന്നത് ഒറ്റക്കാണ്. മേലെ ഒരു കല്ലുണ്ടാവുള്ളൂ, അല്ലാണ്ട് കറങ്ങണ പങ്കയും തണുപ്പിക്കണ AC ഒന്നും ഉണ്ടാവില്ല. അപ്പോ അതാണ് പറഞ്ഞത് ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങോട്ടാണ് തിരിച്ചു വരുന്നത്, ഒറ്റക്കാണ് ഉണ്ടാവുള്ളൂ എന്ന ബോധ്യം ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്തോളാം? ഈ ജാതി ഭീഷണികളും ആക്രമണങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ സബർ കൈക്കൊള്ളും. ഇന്നല്ലാഹ മഅസ് സാബിരീൻ. സബർ ഉള്ളവരുടെ കൂടെയാണ് അല്ലാഹ്. അതും കഴിഞ്ഞു. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ. ഞാനത് വിശദീകരിച്ചു. ഇനി അതിനെ തുടർന്ന് പറയാണ്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്ത്. ഈ കാര്യം പറയുന്നത് മൊത്തത്തിൽ തന്നെ അള്ളാഹുവിന്റെ ദീനിനെ മറച്ചു വെക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. വ്യക്തമായ തെളിവുകളൊക്കെ കിട്ടിയതിന് ശേഷം ഈ മറച്ചു വെക്കൽ എപ്പോഴാ നടക്കുക? മറച്ചു വെക്കൽ എപ്പോഴാ നടക്കുക? വിവരം കിട്ടിയാലല്ലേ. ഇപ്പൊ കാഫിർ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷം വടകരയിൽ നിന്ന് കാഫിർ വിവാദം നടക്കുകയാണ്. അതിന്റെ ശരിതെറ്റുകൾ അവിടെ കേട്ടെ. ഞമ്മക്കതിൽ നിന്നുള്ളൊരു പാടുണ്ട്. ആരാ കാഫിർ? ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളല്ല കാഫിർ. മറച്ചു വെക്കണമെങ്കിൽ എന്തു വേണോ? ആദ്യം വിവരം വേണ്ടേ? പരലോകത്തിൽ ഒരാൾ കുഫ്ർ കാണിക്കണമെങ്കിൽ പരലോകം ഉണ്ട് അറിയണ്ടേ? അള്ളാഹുവിൽ ഒരാൾ കാഫറാക്കണമെങ്കിൽ അള്ള ഉണ്ട് അറിയണ്ടേ? അള്ള ഇല്ല പരലോകം ഇല്ല എന്ന് പറയുന്ന ആള് പിന്നെ അതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാള് എങ്ങനെ കാഫറാകുക? മറച്ചു വെക്കാനില്ലല്ലോ. അപ്പൊ ഇവിടെ ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്ത് എന്ന് പറഞ്ഞാല് വ്യക്തമായ തെളിവുകളൊക്കെ കിട്ടിയതിന് ശേഷം മറച്ചു വെക്കുക. വൽ ഹുദാ, സന്മാർഗവും മറച്ചു വെക്കുക. അപ്പൊ ഇത് കാര്യം മനസ്സിലായിട്ടും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി
ഇൽമിനെ മറച്ചു വെക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. എന്നാൽ സവിശേഷമായി ഇവിടെ ഇത് ബാധകമാകുന്നത് വേദക്കാരായ ആളുകൾക്കാണ്. കാരണം അവരെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൊഫ പ്രത്യേകമായതാണ് എന്നും മർവ പ്രത്യേകമായതാണ് എന്നൊക്കെ ഉള്ള വിവരം ആർക്കുണ്ട്? വേദക്കാർക്കുണ്ട്. എങ്ങനെ ഓൽക്ക് ആ വിവരം ഉണ്ടാകുക? ഓൽക്ക് എങ്ങനെ ഇത് ആദ്യം അറിയാം? എങ്ങനെ അറിയാം? അവരുടെ വേദത്തിൽ മർവയെ സംബന്ധിച്ചുണ്ട്. എന്താണ് മർവയെ സംബന്ധിച്ചുള്ളത്? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ബലി കൊടുക്കാൻ വേണ്ടി മർവയിലേക്ക് പോയ സംഭവം അവരുടെ കയ്യിലുള്ള കിതാബിലുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തു? അത് മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അതിൽ കൃത്രിമം കാട്ടി ചെറിയ ചില വെട്ടിത്തിരുത്തൽ നടത്തിയിട്ട് ഈ മർവ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് ചെറുതായിട്ടൊന്നിങ്ങനെ തിരിച്ചു വെച്ചിട്ട് അത് ഫലസ്തീനിലാണ്. മനസ്സിലായോ? അർക്കാൻ കൊണ്ടുപോയത് ഇസ്ഹാക്കിനാണ്. ആളെയും മാറ്റി സ്ഥലവും മാറ്റി. എന്തിനാ മാറ്റിയത്? ഇസ്മായിലിനെയാണ് അർക്കാൻ കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ അവര് ഹാജർ റളിയല്ലാഹു അൻഹയെ അംഗീകരിക്കേണ്ടി വരും. അവരെ ഹാജർ റളിയല്ലാഹു അൻഹയെ അംഗീകരിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വേറെ കുലമാണ്, ഗോത്രമാണ്, വേറെയാണ്, വംശം വേറെയാണ്. അവർ വംശീയതയുടെ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഇസ്രയേലിയരായിട്ട് എന്താവണം? ആളാവണം. അപ്പൊ ഇസ്രയേലിയരാവണമെങ്കിൽ സാറയിൽ ഉണ്ടായ ഇസ്ഹാക്കിന്റെ മകൻ യാക്കൂബ് പ്രധാനമായി വരണമെങ്കിൽ ബലി കൊടുത്തത് ബലിപുത്രൻ ആരായി വരണം? ഇസ്ഹാക്കായിട്ട് വരണം. അതാണ് ആ കളിയാണ് അവർ കളിച്ചത്. അവരതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വെട്ടിത്തിരുത്തൽ വരുത്തി. അപ്പൊ മർവയെ അവർ വേറൊരു സ്ഥലമാക്കി, മക്കയെ അവർ ഫലസ്തീനാക്കി, ഇസ്മായിൽ നബീനെ അവർ ഇസ്ഹാഖി നബിയാക്കി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസ്മായില്യർ എന്ന് പറയുന്നത് പ്രത്യേകം അതൊന്നും ഇല്ലാത്തൊരു കൂട്ടരായിട്ട് അവർക്ക് മാറ്റി വംശവറി കാണിക്കാം എന്നാണ്. അള്ളാഹു പറയാണ്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ. സഫയും മർവയും ഒക്കെ അള്ളാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്ന വിവരം ആർക്കറിയാം? വേദക്കാർക്കറിയാം. പക്ഷേ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷവും അവരതൊക്കെയും മറച്ചു വെച്ചു, മൂടി വെച്ചു. മനസ്സിലായോ? മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ്. ജനങ്ങൾക്ക് നാം അത് വേദഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയതിന്റെ ശേഷമാണ് അവരതൊക്കെ മറച്ചു വെച്ചത്. ഉലൈക യൽഅനഹുമുല്ലാഹ്. അല്ലാഹു അവരെ ശപിക്കുന്നു. വയൽഅനഹുമുൽ ലഈനൂൻ. ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രല്ല, അള്ളാഹു താലയുടെ വ്യവസ്ഥയും അള്ളാഹുവിന്റെ സുന്നത്തനുസരിച്ചിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടി ലോകത്തുള്ളവരെല്ലാം അവരെ ശപിക്കുന്നു. ഈ ശപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെറുപ്പോടെ അകറ്റി നിർത്തുക എന്നാണ്. വെറുപ്പോടെ അകറ്റി നിർത്തുക, കൂട്ടത്തിൽ കൂട്ടാതിരിക്കുക, ഒഴിവാക്കുക. പിരാകുക എന്നത് മാത്രമല്ല, അങ്ങനെ മാത്രം നമ്മൾ അതിനെ വിചാരിക്കരുത്. അപ്പോ നശിച്ചു പോട്ടെ എന്ന് പറയല് മാത്രമല്ല, അതുൾപ്പെടെ. എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത്? സഹിക്കാനാവാത്തത്രയും അവരിൽ വെറുപ്പുണ്ടാവുമ്പോഴാണ്. അപ്പൊ അള്ളാഹു മാത്രമല്ല, എല്ലാ പടപ്പുകളും എന്നത് അത് കുറച്ചും കൂടി മനുഷ്യരിലേക്ക് വിശദമാക്കി അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. അവരെ ശപിക്കുന്നു. അപ്പൊ ഇനി ആകപ്പാടെ നിരാശപ്പെട്ട് ഇനി വേറൊന്നും ചെയ്യാനില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അത് അള്ളാന്റെ കാരുണ്യാണ്. എന്നാൽ ഈ ശാപത്തിൽ പെടാത്ത ആൾക്കാരുണ്ട്. ആ ശാപത്തിൽ പെടാത്ത ആൾക്കാരാരാണ്? ഇല്ലല്ലദീന താബൂ. പശ്ചാത്തപിച്ച ആൾക്കാരാണ്. വഅസ്ലഹൂ, നന്നാക്കിയവരുമാണ്.
അപ്പോ സ്വയം തന്നെ നന്നാക്കുക, സംസ്കരിക്കുക, സ്വയം തന്നെ നന്നാക്കി തീർക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക. ഇത് ബോധപൂർവം ഒരാൾ ചെയ്താൽ, ഇത്രയും കാലം ഇതൊക്കെ മറച്ചു വെച്ചത് തെറ്റായിപ്പോയി എന്ന് ഒരാൾ ബോധപൂർവം അംഗീകരിച്ച് അല്ലാഹു തആലയോട് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങി അവർ സ്വയം നന്നാക്കിയാൽ അവരൊഴികെയാണ് എന്ത്, ഈ ശപിക്കപ്പെടുന്നവരിൽ പെടുക. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, തീർച്ചയായും മനുഷ്യൻ ശുദ്ധ പ്രകൃതത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെ, അള്ളാഹു സൃഷ്ടിച്ചത്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നീട് അവരെന്തായി പോയി, താഴ്ന്നവരിൽ താഴ്ന്നവർ, നീചരിൽ നീചരായി മാറി. ഉലായിക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽ ഹും അദൽ, അല്ല, അതിനേക്കാളും മോശാണ്. ഒരു കന്നുകാലിയും അതേ വർഗത്തിൽപ്പെട്ട വേറെ കന്നുകാലികൾ ഇണചേരുന്നത് നോക്കിക്കൂല. എന്നാൽ അസ്ഫല സാഫിലിനായ മനുഷ്യൻ അത് നോക്കി നിൽക്കും, വീഡിയോ എടുക്കും, അത് വിറ്റ് പൈസ ഉണ്ടാക്കും, അല്ലേ? കുടിച്ചിട്ട് ഓവുചാലിലേക്ക് തലയും കാല് മേലോട്ടായിട്ട് കിടക്കും. അന്നേരം നായി വന്ന് മൂത്രമൊഴിച്ചാൽ മഴ പെയ്യാന്ന് വിചാരിക്കും. ആര്? ഈ അസ്ഫല സാഫിലിന്റെ കോലാണ്. ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഒരു ഹിംസ്ര ജന്തുവും വേറൊന്നിനെ ആക്രമിക്കൂല. ഒന്നുകിൽ അതിന് തിന്നാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ ആക്രമിക്കൂല. മനുഷ്യൻ കൊട്ടേഷൻ പൈസ വാങ്ങിയിട്ട് ആൾക്കാരെ പീസാക്കിയിട്ട് വേറെ വേറെ പോളിത്തീൻ കവറിലാക്കിയിട്ട് പാർസലയക്കും. അതാണ് ബൽഹും അതില്. അങ്ങനെ അസ്ഫല സാഫിലീനിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കണമെങ്കിൽ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, നിങ്ങൾ വിശ്വസിക്കുകയും വേണം, സ്വാലിഹായത് ചെയ്യണം. എന്താ ഈ സ്വാലിഹായത്? കുറേ സൽക്കർമ്മം ചെയ്യുക, നല്ലത് ചെയ്യാന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നത് ചെയ്യലാണ്. അത് തിരിയാതെ വന്നാലാണ് നമ്മൾ നല്ലത് ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്വർഗത്ത് പോകുമെന്ന് വിചാരിച്ച് കളയുന്നത്. നമുക്ക് നല്ലത് എന്ന് തോന്നിയതല്ല ചെയ്യേണ്ടത്. നമുക്ക് നല്ലത് എന്ന് തോന്നിയത് ചെയ്താലുള്ള കുഴപ്പമോ, അത് നല്ലതല്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അതിൻ്റെ എതിരും ചെയ്യും. നമുക്ക് നല്ലത് എന്ന് തോന്നിയാലും ചീത്ത എന്ന് തോന്നിയാലും അള്ളാഹ് നമുക്ക് നല്ലത് എന്ന് പറഞ്ഞെന്നത് കൊണ്ട് ചെയ്യണം. അപ്പൊ ഒരാൾ നല്ലത് ചെയ്യുന്നത് എന്തിനായിരിക്കണോ? അള്ളാഹ് പറഞ്ഞെന്നതുകൊണ്ടായിരിക്കണം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതുകൊണ്ടായിരിക്കണം, നമുക്ക് തോന്നിയത് കൊണ്ടായിരിക്കരുത്. നമുക്ക് തോന്നിയത് കൊണ്ട് നല്ലത് ചെയ്താൽ നമ്മളെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. മനസ്സിലായി നിങ്ങൾക്ക്? അള്ളാഹ് പറഞ്ഞെന്നുകൊണ്ട് ചെയ്താൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അങ്ങനെ അള്ളാഹ് പറഞ്ഞെന്നതുകൊണ്ട് നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് പ്രത്യക്ഷത്തിൽ അവർ നല്ലതാണെന്ന് നമുക്ക് തോന്നിയാലും ശരിക്കും ഒരു നല്ലതല്ല. അത് നമ്മളെ ദുഷ്ടത്തരം കൊണ്ടോ വർഗീയത കൊണ്ടോ സാമുദായികത കൊണ്ടോ പറയല്ല, ഒരു നന്നാവണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഒരു കാര്യം നല്ലതാകണമെങ്കിൽ, അമൽ സ്വാലിഹ് ആകണമെങ്കിൽ ഈമാനിന്റെ അടിത്തറയിലും റസൂലുള്ളാഹിന്റെ മാതൃകയിലുമായിരിക്കണം. ഈമാനിന്റെ അടിത്തറ ഇല്ലാത്തതോ റസൂലിന്റെ മാതൃക ഇല്ലാത്തതോ ആണെങ്കിൽ അത് സ്വാലിഹായ അമലാവൂല. സ്വാലിഹായ അമലാണ് എന്ന് വേറെ ഉള്ളവർക്ക് തോന്നുന്ന ജാതി നല്ല കാര്യമേ ആവുള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് നിങ്ങളെ കണ്ടിട്ട് തീരണില്ല. നിങ്ങൾക്ക് മനസ്സിലായിക്കണോ? എന്നാ നിങ്ങൾ മനസ്സിലായ പോലെ വെക്കി മുഖം, നിങ്ങളെ കണ്ടിട്ട് മനസ്സിലാവാത്ത പോലെ വെക്കല്ലേ. ഇപ്പൊ ഏതാണ്ട് ഒരു മനസ്സിലായ പോലെ ഉണ്ട്, അല്ലെങ്കിൽ മനസ്സിലായി എന്ന് തോന്നിപ്പിക്കണമെങ്കിലുണ്ട്. നല്ലത് ചെയ്ത ധാരാളക്കണക്ക് ആളുകളുണ്ട്, അതൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് അമല് സ്വാലിഹാവൂല. അമല് സ്വാലിഹാവണമെങ്കിൽ ഈമാനിന്റെ അടിത്തറയിലായിരിക്കണം, റസൂലുള്ളാഹിന്റെ മാതൃകയിലായിരിക്കണം. ഈമാനിന്റെ അടിത്തറയിലും പ്രവാചക മാതൃകയിലും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്നിപ്പോ എനിക്ക് നല്ലത് എന്ന് തോന്നുന്നത് നാളെ നേരം വെളുത്ത് നല്ലതല്ല എന്ന് തോന്നിയാൽ ഞാൻ അതിന്റെ എതിരാവും. ഇതൊക്കെ തോന്നലല്ലേ?
തോന്നലുകളാണ്. അതുകൊണ്ടാണ് കുറെ കാലം നല്ലതെന്ന് തോന്നുന്നത് ചെയ്തിട്ട് ചില ആൾക്കാർ പിന്നെ നല്ലതിലേക്കൊന്നുമില്ല. എന്ത് നമ്മൾ വെറുതെ കുറെ പണിയെടുത്തിട്ട് എന്ത് കാര്യം എന്നും ചോദിച്ച് പുരയിലിരിക്കുന്നത് കാണാം. എത്ര ആളുണ്ട്, എന്തോ കാരണം ഓൾത് നല്ല കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷെ അമലു സ്വാലിഹ് ആയിട്ടില്ല. അമലു സ്വാലിഹ് ആയിരുന്നെങ്കിൽ അങ്ങനെ പറയില്ല. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത തെളിവുകൾ അനുസരിച്ച് ഹിദായത്തും അതുപോലെ തന്നെ തെളിവുകളൊക്കെ മറച്ചു വെച്ചാൽ അല്ലാഹ് അവരെ ശപിക്കും. അല്ലാഹ് മാത്രല്ല ശപിക്കുക, എല്ലാവരും ശപിക്കും. എന്നാൽ ഇല്ലല്ലദീന താബൂ, ആരാണ് പശ്ചാത്തപിച്ചവർ, അസ്ലഹു. കണ്ടങ്ങള്, ഈ അസ്ലഹിന്റെ അടുത്ത് നിന്നാണ് ഞാൻ സ്വാലിഹിന്റെ അടുത്തേക്ക് പോയത്. എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്ന് പറഞ്ഞാല് എന്താ നന്നാക്കല്? നന്നാക്കുക എന്ന് പറഞ്ഞാല് അള്ളാന്റെ കൽപ്പന അനുസരിച്ചിട്ടുള്ളൊരു സംഗതിയായിരിക്കണം. അള്ളാന്റെ കൽപ്പനയാണ് പ്രധാനം എന്നതാണ്. അള്ളാന്റെ കൽപ്പനയാണ് പ്രധാനം, അതനുസരിക്കലാണ് പ്രധാനം. ഇപ്പൊ ഹജ്ജ് സീസണാണ്. ഹജ്ജിന്റെ സമയത്തൊക്കെ ഇത് ശരിക്കും ഇങ്ങോട്ട് പ്രകടമാക്കി തരികയാണ്. ചോദ്യം ചെയ്യാതെ അനുസരിച്ച് ചുറ്റാൻ പറഞ്ഞപ്പോ ചുറ്റന്നെ. 7 വട്ടം അപ്പൊ 7 വട്ടം ചുറ്റുക. നിങ്ങൾ 9-ാം തീയതി അറഫയിൽ പോയിക്കണോ, 8-ാം തീയതി പോയാൽ മതിയോ? പോരാ. 10-ാം തീയതി പോയാൽ മതിയോ? പോരാ. 9-ാം തീയതി തന്നെ പോകണോ? എന്താ ചെയ്യാനുള്ളത്? നിങ്ങളവിടെ ഉണ്ടാവണോ? ഹാജർ, ഞങ്ങളിവിടെ ഉണ്ട്. ഒന്നും ചെയ്യാനൊന്നുമില്ല. ദോരക്കൽ അവനാനും വേണം, ദോരുന്നാ മതി. പക്ഷെ ഹജ്ജ് ശരിയാണെങ്കിൽ അവിടെ ഉണ്ടായാൽ മതി, അവിടെ ഉണ്ടായാൽ തന്നെ മതി. പിന്നെ രാത്രി മുസ്ദലിഫയില് അവിടെ ഉണ്ടായാൽ മതി. അപ്പൊ ഇങ്ങനെ ഓർഡർ തരികയാണ്, നമുക്ക് ഷീട്ടിട്ട് തരികയാണ്. എന്താണ്? 9-ാം തീയതി എന്നെ അറഫയെ കാണണം, അന്ന് രാത്രി മുസ്ദലിഫയെ കാണണം, 10-ാം തീയതി നീ ജംറയിൽ എത്തിക്കൊള്ളണം, അവിടെ എറിയണം. പിന്നെ എന്ത് ചെയ്യണോ? ഇനി അവിടെ പോയിട്ട് 7 വട്ടം ചുറ്റണം, 7 വട്ടം അപ്പുറത്ത് ഇങ്ങോട്ടും നടക്കണം. തലയല്ല മുടിയൊന്നും വെച്ചക്കണ്ട, അങ്ങ് പഠിച്ചാള്, പെണ്ണുങ്ങളോട് വെട്ടിക്കാളി. എന്നിട്ട് മിനയിൽ അവിടെ ഒരു ടെന്റ് ഉണ്ടാക്കി അവിടെ പോയി കുത്തിരിച്ചോളി. ആടിരിക്കുകയാണ്. പിറ്റേ നിങ്ങൾ പോയിട്ട് ഇന്നലെ 1-ൽ എറിഞ്ഞ് എന്നാ 3-എണ്ണത്തിൽ എറിഞ്ഞോളി. അതിൻ്റെ പിറ്റേന്ന് പിന്നെയും 3-എണ്ണം എറിഞ്ഞോളി. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ബലി ഇറക്കണം. പിന്നെ 13-ാം ദിവസം എറിയ. അപ്പോൾ ആദ്യത്തെ ദിവസം എറിഞ്ഞപ്പോൾ ഇബ്ലീസ് അവിടെ ഉണ്ട്. 2-ാം ദിവസം പിന്നെയും എറിയാണ്. അപ്പൊ അല്ലാഹ് ഇനി മതി, നിങ്ങൾ പോയിക്കോളി. പക്ഷെ നിങ്ങൾ പോയാലും എന്ത് ചെയ്യണമെന്നറിയോ? ഈ എറിഞ്ഞത് ഓർമ്മ ഉണ്ടാകണം. നമ്മളൊരു 10-12 മണി വരെ പഠിക്കുന്ന കുട്ടീനോട് പറയും, മോനെ ഇനി പൂട്ടിച്ച് ഉറങ്ങിക്കും, പക്ഷെ രാവിലെ നേരത്തെ എണീച്ചിട്ട് ഒന്നുകൂടി വായിച്ചാൽ മതി. ഇനി പോയി ഉറങ്ങിക്കോ എന്നാൽ ആ ഉറക്കം ഉറങ്ങി പരീക്ഷ ചെയ്താണ്ട് ഉറങ്ങാനല്ല. തൽക്കാലം ഇപ്പോൾ 1 മണിയായി, ഇനി ഉറങ്ങിക്കോ എന്നാണ് അല്ലേ? അപ്പൊ 10-ന് പറഞ്ഞു, 11-ന് പറഞ്ഞു, 12-ന് പറഞ്ഞു, 13-ന് പറഞ്ഞു. ഇനി നിങ്ങൾ പൊയ്ക്കോ, വലിയ തിരക്കുണ്ടെ 12-ന് തന്നെ പൊയ്ക്കോളി. പക്ഷെ പിന്നെ ഓർമ്മ വേണം, ഞാൻ ഇതിന് എറിഞ്ഞ ആളാണ്. പിന്നെ അതിൻ്റെ തോളിൽ കയറ്റിട്ട് പോയരുത്. ഇത് അനുസരണം അല്ലാണ്ട് വേറെന്താ? ആ പറഞ്ഞ സമയത്ത്, ആ പറഞ്ഞ ഡേറ്റിന്, ആ പറഞ്ഞ കോലത്തിന് നിന്നില്ലേ? നമ്മളിപ്പോ ഒരു ടൂറിന് പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ടൂർ പോകുമ്പോൾ എനിക്ക് അതിൽ താല്പര്യമില്ല, ഞാൻ ആ റൈഡിൽ കയറുന്നില്ല, നിങ്ങൾക്ക് അവിടെ ഇരിക്കുക. താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ള റൈഡിലൊക്കെ കയറാം. ഇതങ്ങനല്ല. ഇത് നിങ്ങൾ ആടെ വന്ന് നിൽക്കണം എന്നാണ്, ആടെ നിൽക്കണം. നിങ്ങളെല്ലാവരും പോയി തരും, ഞാൻ റൂമിലുണ്ടാവും എന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അള്ളാഹ് ഓർഡർ ഇട്ട് തരാണ്, ഇന്നടുത്ത് കാണണം എന്നെ. അവിടെ പോയിട്ട് ഹാജർ പറയണം. അനുസരണ. അതിൻ്റെ അടിത്തറയിൽ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തെങ്കിലേ അത് സ്വാലിഹായ അമലാവും. അപ്പൊ പശ്ചാത്തപിക്കുകയും സ്വയം നന്നാക്കുകയും ചെയ്യുന്ന ആൾക്കാർ, വബയ്യനും വിവരിച്ചു കൊടുക്കുകയും ചെയ്ത ആൾക്കാർ, വിശദീകരിച്ചു കൊടുക്കുക, അതായത് മറച്ചു വെച്ച കാര്യം വിശദീകരിച്ചു കൊടുക്കുക. ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അറിവുള്ള ആളുകൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ മറച്ചു വെക്കരുത് എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞു കൊടുക്കൽ അവരുടെ കടമയാണ്, ബാധ്യതയാണ്. എന്ത് കാര്യവും അത് കിതാബിലെ ഇൽമു മാത്രമല്ല,
ഒരു വഴി ചോദിച്ചാൽ മറച്ചു വെക്കരുത്, പറഞ്ഞു കൊടുക്കണം. അറിയുന്നതാണെങ്കിൽ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇവിടുത്തെ ഒരു വലിയ ആളായിട്ട് എനിക്ക് ഇവിടുത്തെ വയ്യ അറിയില്ല എന്ന് വിചാരിച്ചാൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് അറിഞ്ഞുകൂടാത്തത് പറഞ്ഞു കൊടുത്താൽ ഓൻ തെറ്റും. അറിയണത് പറഞ്ഞു, മറച്ചു വെക്കരുത്. അപ്പൊ അത് വഴി ചോദിച്ചാലുള്ളത് മുതൽ ഇൽമിയായ കിതാബിയായ കാര്യങ്ങൾ വരെ അങ്ങനെയാണ്. അങ്ങനെ അറിയിച്ചു കൊടുക്കണം. ഉലൈക കൂട്ടർ അതൂബു അലൈഹിം, അവരുടെ പശ്ചാത്താപം ആരാ സ്വീകരിക്കുക? അള്ളാഹ് സ്വീകരിക്കും. അള്ളാഹു അവനെ കുറിച്ച് പറയാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനും വലിയ ദയയുള്ളവനുമാണ് ഞാൻ. അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ദയയുള്ളവനുമാണ്. ഇന്നല്ലദീന കഫറൂ, എന്നാൽ പിന്നെ പശ്ചാത്തപിക്കാത്ത ആൾക്കാർ. എവിടെ? ആ ബയ്യനാണല്ലോ ഞാൻ പറഞ്ഞത്. മറച്ചു വെച്ച കാര്യം വിശദീകരിച്ചു കൊടുക്കുക. ബയ്യനം എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചു കൊടുക്കുക, ബയാൻ ചെയ്യുക. മറച്ചു വെച്ച കാര്യങ്ങൾ മറച്ചു വെക്കുക എന്ന അവസ്ഥയിൽ നിന്ന് മാറി തൗബ ചെയ്ത് വിശദീകരിച്ചു കൊടുക്കുക, ബയ്യനം. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. എന്നാൽ മറച്ചു വെച്ചത് മറച്ചു വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും തൗബ ചെയ്യാതിരിക്കുകയും എന്നിട്ട് വംശം, കുലം, പുതിയ കാലത്ത് പാർട്ടി, മുന്നണി, ഇതൊക്കെ അസബിയത്ത് തന്നെയാണ്. അന്നത്തെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തില് കുലവും വംശവും ഗോത്രമൊക്കെ ആയിരുന്നു. ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ ഖുറൈശികൾ, ഔസ് എന്ന് പറഞ്ഞാൽ ഔസ്, ഖസ്റജ് ഖസ്റജ്. ഔസ് ഖസ്റജും തമ്മിൽ സംഘടന ഉണ്ടായിട്ട് ഔസ് ഗോത്രത്തിൽപ്പെട്ട ആള് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കൊന്നാല് ഖസ്റജ് ഗോത്രത്തിലുള്ളവരെല്ലാവരും ഔസിനെതിരാവും. ഔസ് ഗോത്രത്തിൽപ്പെട്ടവർ വലിയ മേനി പറയും, ഞങ്ങൾ എത്ര എണ്ണത്തിന് ശരിയാക്കിയിരുന്നു, അല്ലേ? തിരിച്ചും ഉണ്ടാവും. ചെയ്ത കാര്യങ്ങൾ ചെയ്തവരുടെ ആൾക്കാർ ന്യായീകരിക്കും. ഇപ്പോഴെന്താ സ്ഥിതി? ഇപ്പൊ അതന്നെയല്ലേ സ്ഥിതി. ചെയ്ത വർക്ക്, പ്രവർത്തനം എന്താണെന്ന് നോക്കാതെ ഓൻ ആരാളാണെന്നാ നോക്കുക. നമ്മളാളാണെങ്കിൽ അത് ശരിയാക്കാൻ പോകും. കള്ളവോട്ട് ചെയ്ത് നമ്മളെ പാർട്ടിക്കാരനാണെങ്കിൽ പിന്നെ ആ കള്ളവോട്ടിന്റെ വർത്താനം പറയുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിഷയം മാറ്റും. അത് ഓലാളാണെങ്കിൽ അത് തന്നെ. ഇതിന് തന്നെ അസുബിയത്ത് എന്ന് പറയാം. അന്ന് കുലം, വംശം, ഗോത്രമായിരുന്നു. ഇന്ന് പാർട്ടി, ഗ്രൂപ്പ് എന്നൊക്കെ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അസബിയത്താണ്. അസബിയത്തിന്റെ പേരിൽ ഏറ്റുമുട്ടിയവൻ ഫലൈസ മിന്ന, മൻ ഖാതല അസബിയൻ ഫലൈസ മിന്ന, മൻ മാത അസബിയൻ ഫലൈസ മിന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പക്ഷപാതിത്വം കാണിച്ചുകൊണ്ട് ഏറ്റുമുട്ടിയവനും പക്ഷപാതിത്വത്തിന്റെ പേരിൽ മരണപ്പെട്ടവനും എന്നിൽപ്പെട്ടവരല്ല. അതേ സമയത്ത് ഈ പശ്ചാത്താപമൊന്നും കാണിക്കാതെ ഈ പറഞ്ഞ പോലെ പക്ഷപാതിത്വം കാണിച്ച് മാറി നിന്ന ആൾക്കാരുണ്ടല്ലോ, ഇന്നല്ലദീന കഫറൂ, അവര് സത്യത്തെ നിഷേധിച്ചു കളഞ്ഞു, വമാതു, അവർ മരിച്ചു പോവുകയും ചെയ്തു, വഹും, അവരായിരിക്കെ, കുഫാറുൻ, നിഷേധികളായിരിക്കെ തന്നെ അവർ മരിച്ചാൽ, ഉലൈക, അവർ അലൈഹിം, അവരുടെ മേലുണ്ട് ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപമുണ്ട്, വൽ മലായിക, മലക്കുകളുടെ ശാപമുണ്ട്, വന്നാസി അജ്മഈൻ, എല്ലാ മനുഷ്യരുടെയും ശാപമുണ്ട്. വിശ്വാസികളുടെ ശാപം മാത്രമല്ല, മുഴുവൻ മനുഷ്യരുടെയും ശാപമുണ്ട്. അത് ഈ നാട്ടിൽ നിന്ന് ചിലപ്പോൾ നടക്കൂല. ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരുടെ അനുയായികള് ഇവിടെ ന്യായീകരിക്കാൻ ശ്രമിക്കും. പക്ഷെ പരലോകത്ത് ചെന്നാൽ അവരും ഇയാളെ ശപിക്കും. മനസ്സിലായെങ്കില്? ഇയാളെ സംരക്ഷിച്ചവര്, ഇയാളുടെ ആൾക്കാർ ഇയാളെ കൂടെ നടന്നോളും, അല്ലേ? ഇയാൾക്ക് പിന്തുണ അർപ്പിച്ചവരും ഒക്കെ അവിടെ ചെന്നാല് അതാണ് വന്നാസി അജ്മഈൻ, എല്ലാവരും അയാളെ ശപിക്കും. സഹോദരന്മാരെ, സഹോദരിമാരെ, മരണം ഒരാളെയും വിശുദ്ധനാക്കുകയില്ല.
നമ്മളിപ്പോ തൽക്കാലം മരിച്ചാൽ അയാളെ പറ്റി മോശമൊന്നും പറയൂല എന്നേ ഉള്ളൂ. പക്ഷെ അയാളെ മോശത്തരം മരിച്ചു എന്നുള്ളതുകൊണ്ട് ഇല്ലാണ്ടാവൂല. ഒരാള് ധിക്കാരിയാണ്, നിഷേധിയാണ്. ഇപ്പൊ ഫിറോൻ, അതോ പാവം ഫിറോൻ മരിച്ചു പോയില്ലേ, ഇനിയിപ്പോ ഫിറോനെ പറ്റി എന്തോ, അങ്ങനല്ലല്ലോ. അങ്ങനുണ്ടോ? അബൂജഹല്, അബൂജഹല് മരിച്ചുപോയി. മരിച്ചു പോയതോട് കൂടിയിട്ട് ബഹുമാനപ്പെട്ട അബൂജഹലിന്റെ ത്യാഗപൂർണമായ ജീവിതത്തെക്കുറിച്ച് ഞാൻ എന്തു പറയാനാണ്? അദ്ദേഹം ചെയ്ത സേവനങ്ങൾ, അറബ് ഗോത്രങ്ങളുടെ ഇസ്സത്ത് നിലനിർത്താൻ വേണ്ടി. അപ്പൊ അബൂജഹൽ മരിച്ചാൽ ഉണ്ടാകുന്ന ഒരു അനുശോചനം അങ്ങനെയായിരിക്കും. അറബ് ഖുറൈശികളുടെ ഇസ്സത്ത് നിലനിർത്താൻ വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു ത്യാഗിവര്യനായിരുന്നു നമ്മുടെ മരണപ്പെട്ടു പോയ ബഹുമാന്യനായ അബൂജഹൽ. അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അബൂജഹൽ തന്നെയാണ്. അബൂജഹൽ തന്നെയാണ്. നമ്മളെ സഖാവ് പറഞ്ഞില്ലേ, കുലംകുത്തി തന്നെയാണ്. അത് അന്നേരം പറയാൻ പാടുണ്ടോ ഇല്ലേ വേറൊരു സംഗതിയാണ്. അത് മരിച്ച സമയത്ത് പറയേണ്ട വർത്താനല്ല എന്നുള്ളതാണ് പ്രശ്നം. മരണം ഒരാളെയും വിശുദ്ധനാക്കുകയില്ല. നിഷേധിയായിക്കൊണ്ടാണ് ഒരാൾ മരിക്കണതെങ്കിൽ മരിച്ചാൽ നമ്മക്ക് അയാളോട് എന്ത് തോന്നും? സ്വാഭാവികമായിട്ടും ഒരു സഹതാപം തോന്നും. എനിക്ക് നിഷേധികളും ഒക്കെ മരിക്കുമ്പോൾ കൂടുതൽ ബേജാറ് തോന്നലുണ്ട്. എന്തിനാന്ന് വെച്ചാൽ പടച്ചോനെ ഓൾക്ക് മാറാനുള്ളൊരു ചാൻസിന് മുമ്പ് ഒരു മരിച്ചു പോയല്ലോ എന്നതാണ്. പ്രത്യേകിച്ച് യുക്തിവാദികളൊക്കെ മരിച്ചാൽ എനിക്ക് മറ്റോലും മരിക്കണതിനെക്കാട്ടിലും ബേജാറാണ്. മുഅ്മിനീങ്ങൾ മരിച്ചാൽ നമ്മക്ക് ധൈര്യത്തിൽ പോയിട്ട് പോരേന്നും പറയുകയും ചെയ്യാം, നിങ്ങൾ ബേജാറാകണ്ട, സ്വർഗത്തുനിന്ന് കാണാലോ. സ്വർഗമല്ല അറിവല്ല ഏതാടാ അള്ളാന്ന് ചോദിക്കണം. ഒരുത്തം മരിച്ച നമ്മൾ എന്താ പോയി പറയാ? ഒന്നും പറയാനില്ല. അപ്പൊ ഓരോ കാര്യത്തിൽ നമുക്ക് സഹതാപുണ്ട്. പക്ഷെ ഒരാൾ നിഷേധത്തിൽ ജീവിക്കുകയും നിഷേധിയായി തന്നെ മരിക്കുകയും മരണത്തിന് മുമ്പ് തൗബ ചെയ്യാതിരിക്കുകയും ചെയ്താൽ എന്താണ്? അള്ളാഹുവിന്റെ ശാപമുണ്ട്, മലക്കുകളുടെ ശാപമുണ്ട്, എല്ലാ മനുഷ്യരുടെയും ശാപമുണ്ട്. അതുകൊണ്ട് മലക്കുൽ മൗത്ത് വരുന്നതിന്റെ മുമ്പ് മാറിക്കോളീന. അബൂ താലിബ് പറഞ്ഞല്ലോ, മുഹമ്മദ് ഈ പറയണതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഞാൻ ഇത്രയും കാലം ഇപ്പൊ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ഇനിയിപ്പൊ ഞാനങ്ങ് മാറിയാല് നാട്ടുകാരിപ്പോ എന്താ പറയാ? കാരണം ഖുറൈശികളുടെ ഒരു നേതാവൊക്കെ അതിനെല്ലാം ശരിയായിരുന്നു. പിന്നെ അവസാനം മൂപ്പരും മോൻ പറഞ്ഞതിനെ കൊണ്ട് മാറി അങ്ങനെ പറഞ്ഞ ആള് യൂലേ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ബേജാറ്. ഇതായിട്ടില്ല അല്ലേ? നബീനെ സംരക്ഷിച്ചു. ചില ആൾക്കാരങ്ങനെ ഉണ്ട്, ദീനീ സംരംഭങ്ങൾക്ക് സഹായമൊക്കെ ചെയ്തു തരും. ഒരു ദീനീ പ്രവർത്തകനെ കണ്ടാൽ അയാൾക്ക് വേണ്ടിയതും ചെയ്തു കൊടുക്കും, എല്ലാം ചെയ്യും. അയാൾ ഉണ്ടാവൂല, കൂട്ടാനൊക്കെ നല്ലത്, അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് മാറിക്കൂ. എന്നിട്ടോ എന്തിനാ മാറിക്കണ അറിയോ? ഞാനിപ്പോ ഇവരെല്ലാരെയും നേതാവൊക്കെ ആണല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണല്ലോ, ഞാനിപ്പോ മാറിയാല് അവസാന കാലത്ത് അയാൾ കാല് മാറിയെന്ന് മറ്റുള്ളവര് പറയണതല്ലല്ലോ ഖബറിൽ കിട്ടുക. മറ്റുള്ളവര് പറയണതൊന്നും ഖബറിലുണ്ടാവുക. ഇപ്പൊ അറിഞ്ഞവൻ വരെ ഈ അജ്മഈനിൽ പെട്ട് ഓനും കൂടി പറയും പരലോകത്ത് എത്തിയിട്ട്, അല്ല പഹയ എനിക്ക് മാറിക്കൂടതിനോ. സാക്ഷാൽ ശൈത്താൻ തന്നെ പറയുന്നതാണ്, ഞാൻ നിങ്ങളെ മുകളിലൊരു സുൽത്താനിയത്തുള്ള ആളല്ലല്ലോ, ഒരധികാരം ഇല്ലല്ലോ, ഞാൻ പറഞ്ഞപ്പോഴേക്ക് നിങ്ങളെല്ലാം കൂടി പേക്കാൻ നിൽക്കണം. നിങ്ങൾക്ക് ബോധമൊന്നുമില്ലേ? അള്ളാ നിങ്ങൾക്ക് ബുദ്ധിയും ബോധവും തന്നില്ലേനോ ഇല്ലേ? ആ ബുദ്ധിയും ബോധം ഉപയോഗിക്കാണ്ട് ഞാൻ പറയുമ്പോഴേക്ക് നിങ്ങൾ ചാടല. ഓൻ പറഞ്ഞിട്ടാ നമ്മൾ ചാടിയേ പൊട്ടക്കിണറ്റിൽ നിന്നിട്ട് നിലവിളിക്കുമ്പോ ഓൻ കരക്കെന്നും ചോദിക്കുക, അജ്ജി എന്ത് മനസ്സിലാടോ, എനിക്കറിഞ്ഞോടെ ഇതിൽ ചാടാൻ പറ്റൂല, എനിക്ക് ബുദ്ധിയും ബോധം. ഈ പറഞ്ഞ ഞാൻ പറയുമ്പോഴേക്ക് ഈ ചാടുക, എന്നാ അങ്ങ് കേറിക്കാള്, ഞാൻ പറഞ്ഞു കേറിക്കാള്, കയറാൻ കഴിയോ? ഒരാവേശത്തിന് ചാടിയാല് 10 ആവേശത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ വന്നാസി അജ്മഈൻ അവരെന്ത് ചെയ്യില്ല, എല്ലാവരുടെയും ശാപമുണ്ട്. ഖാലിദീന ഫീഹാ, അവരതെല്ലാ കാലവും അനുഭവിക്കാൻ പോവാണ്. ഖാലിദീന, അവരതിൽ നിത്യരായി. ഖാലിദ് എന്ന് പറഞ്ഞാൽ നിത്യൻ എന്നാട്ടോ. നമ്മളെ നാട്ടിൽ ഖാലിദ് എന്ന് പേരുള്ളവരുണ്ടാവും, നിത്യൻ എന്ന് പേരുള്ളവരുണ്ടാവും അല്ലെ. ഒന്ന് ഗാഫർ, ഒന്ന് മുക്മിൻ വന്നാൽ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്.
ഖാലിദിന്റെ മലയാളമാണ് നിത്യൻ എന്നുള്ളൂ. ഖാലിദ് എന്ന് പറഞ്ഞാല് നിത്യൻ. ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യരായിരിക്കും, ശാശ്വതരായിരിക്കും. ലാ യുഖഫഫു, അവർക്ക് കുറച്ച് കൊടുക്കൂല, അൻഹും അവരെ തൊട്ട്, അൽ അദാബ് ശിക്ഷ കൊടുക്കുമ്പോ അവർക്ക് കുറച്ച് കൊടുക്കൂല. അല്ലാഹ് കാരുണ്യവാനാണ്, പുറത്തു കൊടുക്കും, ഒന്നും ബാക്കി വെക്കാതെ പുറത്തു കൊടുക്കും, എല്ലാം വിട്ടുകൊടുക്കും. അത് തൗബ ചെയ്താലാണ്. അതേ അല്ലാഹ് തന്നെ തൗബ ചെയ്യാതെ നിഷേധത്തിൽ ഉറച്ച് നിഷേധത്തിൽ തന്നെ മരിച്ചാല് അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. അപ്പോ ആ ആൾക്കാർ പോയിട്ട് അല്ലാഹ്, പടച്ചോനെ ഈ കാരുണ്യവാനല്ലേ? അതെ, ഞാൻ കാരുണ്യവാനാണ്, എന്റെ കാരുണ്യത്തിന്റെ തെളിവാണ് നീ അനുഭവിക്കുന്ന ശിക്ഷ. അതെങ്ങനെ? അക്രമയായി നടന്ന എനിക്കും സ്വർഗം, ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട മറ്റവനും സ്വർഗം. അപ്പൊ ഞാൻ കാരുണ്യവാനാവൂലല്ലോ. കാരുണ്യം നീതിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ കാരുണ്യവാനായ അള്ളാഹു, നീതിമാനായ അള്ളാഹു, എല്ലാം പുറത്തു കൊടുക്കുന്ന അള്ളാഹു, പൊറുക്കൽ ആവശ്യമില്ല തൗബ ചെയ്യാതെ നിഷേധിയായി മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ കാര്യത്തിൽ അദാബ്, അവരുടെ ശിക്ഷക്കൊരളവും കൊടുക്കുകയില്ല. വലാഹും യുൻദറൂൻ, അവർക്ക് അവസരം നീട്ടിക്കൊടുക്കുകയില്ല. അവസരം നീട്ടിക്കൊടുക്കുക, നമ്മൾ മത്സരമൊക്കെ രണ്ടും ഡ്രോ ആയാല് 10 മിനിറ്റ് നീട്ടിക്കൊടുക്കൂലേ? അതിനെന്താ പറയാ? എക്സ്ട്രാ ടൈം കൊടുക്കൂലേ? ഫുട്ബോളിലൊക്കെ ഉണ്ട് അതില്ലേ? എല്ലാത്തിലും ഉണ്ട്. അല്ല, ടീച്ചർ ഒരു കാര്യം വെറുതെ പറയില്ലല്ലോ. അങ്ങനെ പക്ഷേ ഇട നൽകുകയില്ല. ഇപ്പൊ ചിലപ്പോ പറഞ്ഞ പോലെ ചില കേസിലൊക്കെ രണ്ടാളമ്മൽ തെറ്റുവെന്ന അവസാനം കുടുംബ കോടതിയിലൊക്കെ പോയാൽ സ്ഥിരമായിട്ട് അത് ഉണ്ടാവും. ഒക്കെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞു ശരി, ഇയാൾ പറഞ്ഞു ഒക്കെ ശരി, എന്നാലും നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കി വരി. അപ്പൊ എന്താവും? ഒരു റീതിങ്കിങ്, ഒരു പുനർവിചിന്തനത്തിന് സമയം കിട്ടിയേക്കും. അല്ലെങ്കിൽ മോനെ ഇനി ഇതൊക്കെ ഇനി കുറച്ചു നേരം കൂടി തരാം, ഇനി ശ്രമിച്ചു നോക്ക്. അങ്ങനെയുള്ളൊരു പരിപാടി ഇവരുടെ കാര്യത്തിൽ ഇല്ല. അപ്പൊ അവർ അള്ളാഹിനോട് പറഞ്ഞു നോക്കും, എന്ത് ദേശം കൂടി സമയം തരുമോ? ആദ്യം 0 അല്ലേ, ഞാനൊന്ന് നോക്കി നോക്കാം. അങ്ങനെ ഒരു പരിപാടി. വലാഹും യുൻദറൂൻ, അവർക്ക് അവസരം നീട്ടിക്കൊടുക്കുകയേയില്ല. ഇതൊക്കെ അള്ളാഹ് ആദ്യം പറഞ്ഞു തന്നാണല്ലോ. അള്ളാഹ് ആദ്യം പറഞ്ഞു തന്നാണ് ഇങ്ങനൊക്കെ സംഭവിക്കാൻ പോണത്. അതുകൊണ്ട് മരണം എത്തുന്ന നേരത്തിന് മുമ്പ് തൗബ ചെയ്യുക, റൂട്ട് മാറ്റുക. നമുക്ക് മനസ്സിലായി വണ്ടി പോണത് റോങ് സൈഡാണ്, ഒറ്റ മാർഗമുള്ളൂ, അതിനെ അടുപ്പിച്ച് ഇപ്പുറത്തെ സൈഡിലാക്കുക. പൊളിഞ്ഞ പാലത്തുമലേക്കാണ് തീവണ്ടി കയറാൻ പോണത് എന്ന് വിവരം കിട്ടിയാൽ ഉടനെ ചങ്ങല പിടിച്ചു വലിക്കുക. ചങ്ങല ഉണ്ട് അവിടെ, ആരെങ്കിലും വലിച്ചോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കരുത്. അത് എനിക്ക് വലിക്കാൻ പോയാൽ ഞാൻ വെറുതെ എന്തിനാ അപ്പൊ അതിൻ്റെ മുകളിൽ വലിക്കാൻ നിൽക്കണമെന്ന് വിചാരിച്ചാല് എല്ലാവരും കടലുണ്ടി പോയരച്ചു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പോണത് ഇങ്ങോട്ടാണ് വിവരം കിട്ടി, ആരോ വിളിച്ചു പറഞ്ഞാൽ വിചാരിക്കുക ഇവിടെ പാളം പൊളിഞ്ഞെടുക്കാട്ടോ, ഞാൻ വണ്ടിയിലല്ലേ കയറി, ഉടനെ ചെങ്ങല വലിക്കുക. എന്നാ നമ്മളും രക്ഷപ്പെടും, കൂടെ ഉള്ളവരൊക്കെ രക്ഷപ്പെടും. പിന്നത്തേക്ക് വെക്കരുത്. തൗബക്ക് നാളെ തന്നെ ഡേറ്റ് ഇല്ല, ഇന്നാണ് തൗബ ചെയ്യേണ്ടത്, ഇന്നാണ് റൂട്ട് മാറ്റേണ്ടത്, ഇന്നാണ് നമ്മൾ കയറിയ വണ്ടി സ്വർഗത്തിലേക്കുള്ള അല്ലാന്ന് തിരിഞ്ഞാൽ വേഗം മാറിക്കാറുണ്ട്. അങ്ങനെയാണ്. അങ്ങനെയല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അവസരം കിട്ടൂല, മാപ്പ് തരൂല, നീട്ടിവെക്കൂല, ശിക്ഷയിൽ കുറവ് വരുത്തൂല. ഇന്നലെ മെഞ്ഞാന്നിട്ടോ ഞാനൊരു ന്യൂസ് വായിച്ചല്ലോ, 90 കൊല്ലോട്ടോ തടവ് ശിക്ഷക്ക് വിധിച്ചത്. എന്നിട്ട് പക്ഷെ അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് മൊത്തം 22 കൊല്ലം അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഈ ശിക്ഷ എല്ലാം കൂടി കൂട്ടിയിട്ട് എന്താക്കിയതാണ് ചുരുക്കിയത്. അങ്ങനത്തെ ഒരു ചുരുക്കിക്കെട്ടലൊന്നും ഇവിടെ ഇല്ല. ഖാലിദീന ഫീഹാ, ജീവപര്യന്തം എന്ന് പറഞ്ഞിട്ട് 12 കൊല്ലം കഴിഞ്ഞാൽ ഓനെ പിന്നെ റോട്ടുമ്പോ കാണാം.
അങ്ങനത്തെ വരുന്നല്ലത്. ഇത് ഖാലിദീന ഫിഹാ എന്ന പിന്നെ അയലിൽ തന്നെ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു താല ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും, ശമനമില്ലാത്ത രോഗങ്ങളിൽ നിന്നും, വീട്ടിൽ തീർക്കാൻ കഴിയാത്ത കടബാധ്യതകളിൽ നിന്നും, മരണസമയത്തെയും ഖബറിലെയും അദാബുകളിൽ നിന്നും, നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ക്ലാസ്സിനൊക്കെ വന്നുകൊണ്ടിരുന്നാണ് മമ്മിയാജിലെ ആദ്യത്തിലൊക്കെ ഇവിടെ ഉണ്ടായത്. അപ്പൊ ഈ മരണത്തിന്റെ തീയതിന്റെ കാര്യത്തിൽ നമുക്കൊന്നും നിശ്ചയിക്കാൻ പറ്റൂല എന്നുള്ളതിന്റെ ആദ്യം മരിക്കുമെന്ന് വിചാരിക്കണവരല്ല ആദ്യം മരിക്കുക. നമ്മളൊക്കെ കാര്യത്തിൽ അത് ബാധകമാണ്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെയും മരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപകട മരണമുണ്ട്, അല്ലാത്തതൊക്കെ ഉണ്ട്. ഇതിലങ്ങനെ പോകുമ്പോൾ ആ കറുത്ത ബോർഡാണ് കാണുമ്പോൾ ഒരു ബേജാറാണ്. ഞാൻ ആരേക്കും മരിച്ചു എന്ന് എഴുതിക്കണ ബോർഡില്ലേ. ആരായാലും അവരെ അവസരം കഴിഞ്ഞല്ലോ. അള്ളാഹു അവർക്കൊക്കെ ബർസഖിയായ ജീവിതം സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിടയിൽ രോഗികളുണ്ട്, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.